തലസ്ഥാനത്ത് സിപിഐഎം നേതാക്കളുടെ വീടുകൾക്കു നേരെ വ്യാപക ആർഎസ്എസ് ആക്രമണം. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും കാറിന്റെ ചില്ലുകളും തകർന്നു. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാട്ടാക്കട ശശി, ചാല ഏരിയ സെക്രട്ടറി എസ് സുന്ദർ, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം IP ബിനു എന്നിവരുടെ വീടുകളും ആക്രമിച്ചു. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്. റിനു, സംസ്ഥാനത്തുടനീളം സിപിഐഎം നേതാക്കളുടെ വീടുകൾക്ക് നേരെ വ്യാപക അക്രമമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഞ്ചു, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് RSS തലസ്ഥാന നഗരിയിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്ന് രാവിലെ 3 മണിയോടുകൂടി, അതായത് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും കുടുംബവും താമസിക്കുന്ന വീടിന് നേരെ അക്രമം നടത്തിയത്. വീടിന്റെ ജനൽ ചില്ലുകളും അതുപോലെ തന്നെ കാറിന്റെ ചില്ലും ഒക്കെ അടിച്ചു തകർത്തു. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടുകൂടി ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപമുള്ള DYFI നേതാക്കളുടെ വീട്, അതുപോലെ തന്നെ കാട്ടാക്കട ശശി, IP ബിനു എന്നിവരുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. നമുക്ക് ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരം, യുവമോർച്ച നേതാവ് നിശാന്ത് ഉൾപ്പെടെയുള്ള 3 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോർട്ട് പോലീസ് സ്റ്റേഷനിൽ അവരെ എത്തിച്ചിട്ടുണ്ട്. ഇവരെ നാട്ടുകാരാണ്, അതായത് ഇറച്ചി മോഹനൻ എന്നറിയപ്പെടുന്ന പ്രാദേശിക RSS നേതാവിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്, പോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇവരാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്നാണ് പ്രാഥമിക നിഗമനം. 3 പേരെയാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 പേർ RSSന്റെ BJPയുടെ കീഴിലുള്ള ഒരു പ്രാദേശിക ചാനലിന്റെ ചാനലിലെ ജോലിക്കാരാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോടിയേരി സഖാവിന്റെ വീട് ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് വീടിന് നേരെ ആക്രമണം നടത്തിയത്. ഈ രീതിയിൽ പ്രാദേശിക തലത്തിലും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുടെയും വീടിന് നേരെ RSS അക്രമം അഴിച്ചുവിടുന്നത് എന്ത് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ തന്നെ നിരന്തരം ഇവർ ഇത്തരത്തിലുള്ള അക്രമോത്സുക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, BJP കോഴ സംബന്ധിച്ച് ഇത്തരത്തിൽ എല്ലാ രീതിയിലും RSS ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കണ്ടുവരുന്നത്. ഇതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് RSSന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ CPMന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നത്. എന്നും ഇവർക്കെതിരെ നിന്നിട്ടുള്ളത്, ഇവരുടെ ഈ അഴിമതിക്കും അക്രമത്തിനും എതിരെ നിന്നിട്ടുള്ളത് CPM ആണ്. അതുകൊണ്ട് CPMനെ ഇത്തരത്തിൽ വിരട്ടിപ്പേടിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ടായിരിക്കാം ഈ രീതിയിൽ അക്രമങ്ങൾ വിടുന്നത്. അഞ്ജു, തീർച്ചയായും റിനു, സംസ്ഥാനത്തുടനീളം RSS BJP ആക്രമണങ്ങൾ അത് ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. പ്രത്യേകിച്ച് പാർട്ടി ഓഫീസുകൾക്ക് നേരെയും നേതാക്കളുടെ വീടുകൾ നേരെയും തെരഞ്ഞു പിടിച്ചുള്ള ഒരു ആക്രമണം അത്തരത്തിൽ തന്നെ വിശേഷിപ്പിക്കാം. അവയെ കണ്ടില്ലെന്ന് നടിക്കാനാകുമോ? വലിയൊരു പ്രതിഷേധം അല്ലെ ഉയർന്നു വരുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടം വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വീടിന് വരെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. തീർച്ചയായിട്ടും അഞ്ജു, നമുക്കറിയാം, ഡൽഹിയിൽ ഉൾപ്പെടെ സഖാവ് കോടിയേരിയെ കാലുകുത്തില്ല എന്ന് പറഞ്ഞവരാണ് RSS. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ആ വെല്ലുവിളികളൊക്കെ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടേക്ക് കാലുകുത്തിയ എത്തിച്ചേർന്ന ആളാണ് കോടിയേരി സഖാവ്. ഒരു കാരണവശാലും ഇവർക്ക് ശ്രീ കോടിയേരിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല, ആശയങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല, സമരമുറകൾ കൊണ്ടും പരാജയപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ആ ഘട്ടം വരുമ്പോഴാണ് ഇവർ അക്രമത്തിലേക്ക് തിരിയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ കോടിയേരി അവിടെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയമല്ല, അദ്ദേഹത്തിന്റെ കുടുംബമാണ്, മകൻ ബിനീഷ് കോടിയേരി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ചെറുമക്കളും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് അതിരാവിലെ പുലർച്ചെ 3 മണിക്കാണ് അക്രമം നടത്തിയത്. സംഘം ചേർന്ന്, അതായത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ വ്യക്തമായി ഇവർക്ക് കാണാനൊന്നും കഴിയില്ലായിരുന്നു. എത്തിയവർ നേരെ വീട്ടിലേക്ക് കല്ലെറിയുകയും വീട്ടിലേക്ക് കടന്ന് കാർപോർച്ചിൽ കിടന്ന കാറിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. ഈ രീതിയിൽ വലിയൊരു അക്രമമാണ് RSS നടത്തിയത്. പോലീസിന്റെ നിഗമനം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇനി വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇവരുടെ എന്തായിരുന്നു ഇവരുടെ മോട്ടീവ് എന്നുള്ളത് അറിയാൻ കഴിയൂ. അഞ്ജു, ശരി, വ്യക്തമാണ്. തലസ്ഥാനത്ത് RSSന്റെ വ്യാപക അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ വീടിന് നേരെ ഉൾപ്പെടെ നിരവധി നേതാക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ കാണാൻ കഴിഞ്ഞത്. വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്.